കേരളത്തിലെ പൊതു മേഖലയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ കോടിക്കണക്കിന് രൂപയാണ് ഉടമസ്ഥരില്ലാതെ കിടക്കുന്നത്. പ്രത്യേകിച്ചും സഹകരണ മേഖലയിൽ, സഹകരണ ബാങ്കുകളിൽ, പ്രാഥമിക സഹകരണ സംഘങ്ങളിലൊക്കെ ഉടമസ്ഥരില്ലാതെ കോടിക്കണക്കിന് രൂപ കിടപ്പുണ്ട്. അത് ഡിപ്പോസിറ്റായിട്ട് വകവെച്ചുകൊണ്ട് അവിടുത്തെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും പലിശ എടുത്ത് അത് ബന്ധിച്ചെടുക്കുകയാണ് പതിവ്. ഇപ്പോൾ ട്രഷറിയിൽ 3000 കോടി രൂപ ഉടമസ്ഥനില്ലാതെ കിടക്കുന്നു. ഈ ഉടമസ്ഥനില്ലാതെ കിടക്കുന്ന ഈ 3000 കോടി രൂപയുടെ പലിശ, നാളിതുവരെയുള്ള പലിശ എങ്ങോട്ട് പോയി? അത് എങ്ങോട്ടാണ് തിരിമറി ചെയ്തത്? ഇപ്പോൾ ട്രഷറിയിലെ ചില തിരിമറികൾ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് 3000 കോടി രൂപ ഉടമസ്ഥനില്ലാതെ കിടക്കുന്നത് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ 3000 കോടി രൂപ എത്ര വർഷമായിട്ടാണ് ഉടമസ്ഥനില്ലാതെ ട്രഷറികളിൽ കിടക്കുന്നത്? ആ 3000 കോടി രൂപയുടെ പലിശ അത് ഏത് അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആ പലിശ ആരെങ്കിലും അനധികൃതമായി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എടുത്തുകൊണ്ട് പോയത്? അവരുടെ പേരിൽ അന്വേഷണമോ നിയമ നടപടികളോ സ്വീകരിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ജനങ്ങൾക്ക് അറിയുന്നതിനുള്ള അവകാശമുണ്ട്. കേരളത്തിലെ സഹകരണ മേഖലയിൽ, സഹകരണ ബാങ്കുകളിൽ ഇതുപോലുള്ള 3000-ലധികം കോടി രൂപയുടെ 3000-ലധികം കോടി രൂപ ഉടമസ്ഥനില്ലാതെ കിടപ്പുണ്ട്. ഇത് എങ്ങനെ, ഇതിന്റെ പലിശ ആരാണ് എടുക്കുന്നത്? പല ബാങ്കുകളിലും, പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ ചിറയൻകീഴ് താലൂക്കിൽ, പ്രത്യേകിച്ചും പരവൂര്, കക്കം, കടയ്ക്കാവൂര്, വർക്കല, ഇടവ മേഖലകളിലെല്ലാം സിംഗപ്പൂര് പോയി തൊഴിൽ, ഇന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോകുന്നത് പോലെ, പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ പോകുന്ന പോലെ അന്ന് സിംഗപ്പൂരിൽ പോയിരുന്നു. വക്കം കടയ്ക്കാവൂർ മേഖലകളിലെ, വർക്കല മേഖലകളിലെ മിക്ക വീടുകളിലും ഒന്നിലധികം പേർ സിംഗപ്പൂരിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാം വീടുകളിൽ പണം അയക്കുമ്പോൾ വീട്ടിലെ അവരുടെ ഭാര്യയും മക്കളും അറിയാതെ രഹസ്യമായി അവർക്ക് പരിചയമുള്ള അവരുടെ നാട്ടിലെ സഹകരണ സംഘങ്ങളിൽ, സഹകരണ ബാങ്കുകളിൽ രൂപ അയച്ചു കൊടുക്കാറുണ്ട്. ഇതെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് ആണ് മാറ്റുന്നത്. എന്നാൽ ഈ അക്കൗണ്ട് ഹോൾഡർ മരിച്ചതിന് ശേഷം ഈ അക്കൗണ്ടിലുള്ള തുക അവരുടെ വേണ്ടപ്പെട്ടവർക്ക്, അതിന്റെ അവകാശികളെ അറിയിക്കുകയോ അവകാശികൾക്ക് കൈമാറുകയോ ചെയ്തിട്ടില്ല. അതെല്ലാം അതാത് സഹകരണ ബാങ്കുകളിൽ കിടക്കുകയാണ് പതിവ്. അതിന്റെ പലിശയും ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഭരണസമിതി അംഗങ്ങളോ ജീവനക്കാരോ എല്ലാം ചേർന്നുകൊണ്ട് വീതിച്ചെടുക്കുകയാണ് നാളിതുവരെ പതിവ് എന്നറിയുന്നത്. അതുപോലെ മറ്റു പല ബാങ്കുകളിലും ഇതുപോലെ ഉടമസ്ഥനില്ലാത്ത തുകകൾ കാണും. ഇതെല്ലാം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിനുള്ള ആർജവമാണ് സർക്കാർ കാണിക്കേണ്ടത്. ഈ കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയാൽ അത് സർക്കാരിന്റെ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന ചില പ്രൊജക്ടുകളിലേക്ക് അത് ഉപയോഗിക്കാം. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. മാവേലി സ്റ്റോറുകളിൽ, റേഷൻ കടകളിൽ, ന്യായവില ഷോപ്പുകളിൽ ന്യായമായ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്നതിനും അത് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടി ഈ തുക വിനിയോഗിക്കാം. അങ്ങനെ വിവിധ മേഖലകളിൽ, ഗ്രാമീണ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ വഴിക്ക് വെച്ച് മുടങ്ങിപ്പോയ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാം. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ പണം അത് ഒരിടത്ത് ഇങ്ങനെ
കെട്ടിക്കിടന്നതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? അതെല്ലാം ഡെത്ത് മണിയായിട്ട് അവിടെ കിടക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഉടമസ്ഥനില്ലാത്ത കോടിക്കണക്കിന് രൂപ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും, സർക്കാരിന്റെ ധനകാര്യ ട്രഷറി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ, പൊതുമേഖലയിലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ, സഹകരണ ബാങ്കുകളിൽ, സഹകരണ സംഘങ്ങളിൽ, അതുപോലുള്ള മറ്റ് ബാങ്കുകളിലെല്ലാം ഉടമസ്ഥനില്ലാതെ കെട്ടിക്കിടക്കുന്ന രൂപകൾ പണം കണ്ടെത്തിയാൽ അതെല്ലാം 10,000 കോടിക്ക് പുറത്തു വരും. അതെല്ലാം എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക്, ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. അതിനുവേണ്ടിയുള്ള ആർജവം സർക്കാരിനുണ്ടാവണം. സർക്കാർ അത് എടുത്ത് ആ പണം എടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ പത്രാധിപരുടെ പ്രതികരണം എന്ന നിലയിൽ പറയാനുള്ളത്. ഇതോടെ ഈ പരിപാടി ഇവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.